മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിൽ നെടുനീളത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അമ്മായിയപ്പനെ വെള്ളപൂശിയും അമ്മായിയപ്പനെ ദൈവമാക്കിയും ഒക്കെയാണ് റിയാസ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ പോസ്റ്റ് നമുക്ക് നോക്കാം. അതിനുശേഷം ചിലത് പറയാനുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കേരള സർക്കാരിന്റെ ആശ്വാസ ധനസഹായം പ്രഖ്യാപിച്ചു. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ ഒന്നും ബാക്കിയാകാതെ നിൽക്കുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് മാറുന്നതിന് സംസ്ഥാന സർക്കാർ അടിയന്തര സഹായം നൽകും. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തബാധിതരായ എല്ലാവർക്കുമാണ് സഹായം ലഭിക്കുക. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് 300 രൂപ വീതം ദിവസവും നൽകും. ഇപ്രകാരം ഒരു കുടുംബത്തിലെ 2 വ്യക്തികൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക. കിടപ്പ് രോഗികളോ ആശുപത്രിയിൽ ദീർഘനാൾ ചികിത്സയിൽ കഴിയുന്ന രോഗികളോ ഉള്ള കുടുംബങ്ങൾക്ക് ഈ ആനുകൂല്യം കുടുംബത്തിൽ 3 പേർക്ക് എന്ന നിലയിൽ നൽകും. 30 ദിവസത്തേക്കാണ് ഈ തുക നൽകുക. ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്ന ഓരോ കുടുംബത്തിനും അടിയന്തര ധനസഹായമായി 10,000 രൂപ വീതം അനുവദിക്കും. മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരന്തത്തെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് മറ്റൊരു വാസസ്ഥലത്തേക്ക് തിരിച്ചു പോകുമ്പോൾ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റു പൊതു ഉടമസ്ഥതയിലോ മാറാൻ കഴിയും വിധമുള്ള താമസ സൗകര്യം ഒരുക്കാനാകുമോ എന്നതിൽ കളക്ടറുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കളക്ടറുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് വാടക നിശ്ചയിച്ച് അനുവദിക്കും. ഇതായിരുന്നു റിയാസിന്റെ കുറിപ്പ്. ഇതൊക്കെ ചെയ്യുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അതുതന്നെയാണ് മുന്നിൽ കണ്ട് ഇപ്പോൾ ഇത്ര വലിയ വാഗ്ദാനങ്ങളൊക്കെ സർക്കാർ നൽകിയിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ ഇത് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. പക്ഷേ ചില വസ്തുതകൾ പറയുക തന്നെ വേണം. ഇതുപോലെ ദുരന്തമുണ്ടായ കവളപ്പാറയിലും പുത്തുമലയിലും പെട്ടിമുടിയിലുമൊക്കെ സർക്കാരിന്റെ ഇപ്പോഴത്തെ നയം എന്താണ്? അതിനെക്കുറിച്ചാണ് ചോദിക്കേണ്ടത്. അതിന് കൃത്യമായ ഉത്തരം സർക്കാർ നൽകണം. മുണ്ടക്കൈയിൽ ദുരന്തമുണ്ടായതിന് പിന്നാലെ പുത്തുമലയിലും കവളപ്പാറയിലും പെട്ടിമുടിയിലുമൊക്കെയുള്ള മനുഷ്യർ അവർക്ക് നേരിട്ട അനീതികൾ വെട്ടിത്തുറന്നു പറഞ്ഞിരുന്നു. തുടക്കത്തിൽ ഞങ്ങൾക്കെല്ലാം തരാമെന്ന് ഈ സർക്കാർ ഉറപ്പ് നൽകിയതാണ്. അന്ന് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പോലും ആരും അന്വേഷിക്കാതെയായി. സർക്കാർ കൊടിയ അനീതികൾ ഞങ്ങളോട് കാണിച്ചു. വാടക നൽകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ പല വീടുകളിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. പക്ഷേ പിന്നീട് സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല. എല്ലാവർക്കും ജോലി ഉറപ്പാക്കും, ടൗൺഷിപ്പ് പറഞ്ഞു, വിദ്യാലയങ്ങൾ, അങ്ങനെ പല വാഗ്ദാനങ്ങളായിരുന്നു. പക്ഷേ ഒന്നും എവിടെയും എത്തിയിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി വന്ന കോടികളുടെ ധനസഹായങ്ങൾ എവിടെയാണ്? അതൊക്കെ എവിടെ പോയി? എങ്ങനെ ചെലവഴിച്ചു? ഇതിലൊന്നും സർക്കാരിന് മറുപടി പറയാനില്ല. ഞങ്ങളെ വഞ്ചിച്ചു, പക്ഷേ മുണ്ടക്കൈയിലെ ജനങ്ങളെയെങ്കിലും പറ്റിക്കരുത്, ചതിക്കരുത് എന്നാണ് ആ മനുഷ്യർ. കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ ആണത്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം പ്രചരിക്കുന്നുണ്ട്. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാകും. അവർക്ക് നേരിട്ട അനീതികളാണ് അവർ സംസാരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ പല വാഗ്ദാനങ്ങൾ കുറെ മനുഷ്യർക്ക്, അതായത് എല്ലാം നഷ്ടപ്പെട്ട കുറെ മനുഷ്യർക്ക് ഇത്തരത്തിലുള്ള പല വാഗ്ദാനങ്ങളും കൊടുത്ത് ഒടുവിൽ ആ പ്രശ്നം ഒന്ന് കെട്ടടങ്ങുമ്പോൾ അവരെ കൈവിട്ടു പോകുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ മുണ്ടക്കൈയിലെ വിഷയം പറഞ്ഞ് പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ സർക്കാർ കൊടുക്കും. ഇപ്പോൾ തന്നെ റിയാസിന്റെ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് 300 രൂപ വീതം ഓരോ കുടുംബത്തിലെ 2 പേർക്ക് വെച്ച് കൊടുക്കും എന്നൊക്കെ. എത്ര നാൾ നിങ്ങൾ കൊടുക്കും? ഇതൊന്നുമല്ല ആ മനുഷ്യർക്ക് ആവശ്യം. അവർക്ക് ശാശ്വതമായ ഒരു ജീവിതമാണ് ആവശ്യം. അവർക്ക് കൃത്യമായി തൊഴിലെടുത്ത് ജീവിക്കാനുള്ള അവസരങ്ങളാണ് ആവശ്യം. ഇതൊക്കെ ഒരുക്കി കൊടുക്കേണ്ടത് ഈ സർക്കാർ തന്നെയാണ്. എന്നാൽ ഈ സർക്കാർ ഈ വിഷയം ജനങ്ങൾ ഒന്ന് മറന്നു കഴിയുമ്പോഴേക്ക് സർക്കാരും അവരെ കൈവിട്ട് കടന്നു കളയുകയാണ് ചെയ്യുന്നത്. മുണ്ടക്കൈയിലെ മനുഷ്യർക്ക് അങ്ങനെ സംഭവിക്കരുത്. അതിന് ഈ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് കൃത്യമായ ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെക്കണം. ജനങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ സർക്കാരിന് മറുപടി പറയേണ്ടി വരും. ആ പാവങ്ങളെ അങ്ങനെ കൈവിട്ട് കളയാൻ അനുവദിക്കരുത്. കാരണം വലിയൊരു ദുരന്ത മുഖത്ത് നിന്ന് തിരികെ കയറിയ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. അവരെയെങ്കിലും സംരക്ഷിക്കാൻ നമുക്കും ഈ സർക്കാരിനും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യത്വമാണ് നമ്മളിലൊക്കെ അവശേഷിക്കുന്നത്? ഈ സർക്കാരിന്റെ പിടിപ്പുകേടിൽ പലതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടും സർക്കാർ കൈകഴുകുകയാണ്. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടല്ല, ഞങ്ങളുടെ ഭാഗത്തെ പിഴവുകൊണ്ടല്ല എന്നുള്ളതൊക്കെ. എന്നാൽ സർക്കാർ ഭാഗത്തെ ഈ ഒരു സർക്കാരിന്റെ കാര്യം മാത്രമല്ല, മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ പിടിപ്പുകേടുകൾ കൊണ്ട് തന്നെയാണ്
മലയോര മേഖലകൾ ഇത്തരത്തിൽ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 ശേഷം എത്രയോ പ്രളയങ്ങൾ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാൻ എന്തുകൊണ്ട് സർക്കാരിന് സാധിക്കുന്നില്ല? ഇപ്പോൾ മുന്നറിയിപ്പ് കിട്ടിയില്ല എന്നുള്ള പേരിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ആർക്കുമല്ല, കുറെ മനുഷ്യർക്കാണ്. അവരുടെ എല്ലാമായ പ്രിയപ്പെട്ടവരെയാണ്, അവരുടെ സമ്പാദ്യമാണ്. ഒരായുഷ്കാലത്തെ സമ്പാദ്യം കൊണ്ട് അവർ കെട്ടിപ്പൊക്കിയ അവരുടെ വീടുകളാണ്. ബാക്കി ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഭരണകൂടങ്ങൾക്ക് എന്താണ്? അവർ സുരക്ഷിതരാണ്. മന്ത്രിമാരും MLA-മാരും MP-മാരും ഒക്കെ സുരക്ഷിതമായി അവരുടെ കുടുംബങ്ങളിൽ കഴിയുന്നുണ്ട്. പക്ഷേ നഷ്ടപ്പെടുന്നതെല്ലാം സാധാരണക്കാരന് മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.